നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും ഈ പ്രശ്നം നേരിട്ടിട്ടുണ്ടാകും. കടയിൽ സാധനം വാങ്ങി പൈസ കൊടുക്കാൻ നേരം ഫോണിൽ നെറ്റില്ല, അല്ലെങ്കിൽ റേഞ്ച് പോയി, ആകെ പെട്ടുപോയ അവസ്ഥ അല്ലേ? എന്നാൽ ഇനി ഈ പേടി വേണ്ട. നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതായത് RBI ഇതിനൊരു കിടിലൻ പരിഹാരവുമായി വന്നിരിക്കുകയാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നോ? ഇത് ഓഫ്ലൈനായി അതായത് ഇന്റർനെറ്റ് ഇല്ലാതെ പ്രവർത്തിക്കും. എന്താണ് ഈ ഡിജിറ്റൽ രൂപ? ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഗൂഗിൾ പേ പോലുള്ള UPI ആപ്പുകളിൽ നിന്ന് ഇതിനെന്താണ് വ്യത്യാസം? എല്ലാം സിമ്പിളായി പറയാം. സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ പോക്കറ്റിൽ ഇരിക്കുന്ന നോട്ടിൻ്റെയും കോയിൻ്റെയും ഒരു ഡിജിറ്റൽ രൂപമാണിത്. ഇപ്പോൾ നമ്മൾ പൈസ പേഴ്സിലല്ലേ വെക്കുന്നത്, അതുപോലെ ഈ ഡിജിറ്റൽ രൂപ നമ്മുടെ ഫോണിലെ ഒരു ഡിജിറ്റൽ വാലറ്റിൽ സൂക്ഷിക്കാം. ഇത് RBI നേരിട്ട് ഇറക്കുന്ന പണം തന്നെയാണ്, അതുകൊണ്ട് 100% സുരക്ഷിതമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതും ഗൂഗിൾ പേ, ഫോൺ പേ പോലെയല്ലേ എന്ന്? അല്ല, ഒരു പ്രധാന വ്യത്യാസമുണ്ട്. ഗൂഗിൾ പേ ഒക്കെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് പണം അയക്കുന്ന ഒരു വഴി മാത്രമാണ്, ഒരു ഇടനിലക്കാരൻ. അതായത് അവിടെ യാഥാർത്ഥ്യത്തിൽ പണം കൈമാറുന്നത് ബാങ്കുകൾ തമ്മിലാണ്. പക്ഷേ ഡിജിറ്റൽ രൂപ അങ്ങനെയല്ല, അത് പണം തന്നെയാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന 100 രൂപ നോട്ട് കൂട്ടുകാരന് കൊടുക്കുന്നത് പോലെ നിങ്ങളുടെ ഫോണിലെ ഡിജിറ്റൽ രൂപ മറ്റൊരാളുടെ ഫോണിലേക്ക് നേരിട്ട് കൊടുക്കാം. ഇടയിൽ ബാങ്കിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇടപാടുകൾ വളരെ വേഗത്തിൽ നടക്കും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ഓഫ്ലൈൻ ഇടപാട്. ഇന്റർനെറ്റ് ഇല്ലാത്ത സമയത്തോ നെറ്റ്വർക്ക് കവറേജ് കുറഞ്ഞ സ്ഥലങ്ങളിലോ ഈ ഡിജിറ്റൽ രൂപ ഉപയോഗിക്കാം. ഫോണുകൾ തമ്മിൽ അടുത്തു വെച്ച് ടാപ്പ് ചെയ്തോ അല്ലെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്തോ ഇന്റർനെറ്റ് ഇല്ലാതെ തന്നെ പണം കൈമാറാം. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം കിട്ടാൻ പോകുന്നത് ആർക്കാണെന്ന് അറിയാമോ? ഇന്റർനെറ്റ് സൗകര്യം കുറഞ്ഞ നമ്മുടെ ഗ്രാമങ്ങളിലും മലയോര പ്രദേശങ്ങളിലും ഒക്കെയുള്ള ആളുകൾക്കാണ്. അവർക്കും ഇനി ഡിജിറ്റൽ ഇടപാടുകൾ പേടിയില്ലാതെ എളുപ്പത്തിൽ നടത്താം. നിലവിൽ പ്രമുഖ ബാങ്കുകളെല്ലാം ഡിജിറ്റൽ രൂപയ്ക്കുള്ള വാലറ്റ് ആപ്പുകൾ നൽകി തുടങ്ങിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇന്റർനെറ്റ് ഇല്ലെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന RBIയുടെ ഉറപ്പുള്ള നമ്മുടെ സ്വന്തം ഡിജിറ്റൽ പണം, അതാണ് ഡിജിറ്റൽ രൂപ. ഇന്ത്യയുടെ ഡിജിറ്റൽ യാത്രയിലെ ഒരു വലിയ ചുവടുവയ്പ്പാണ്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.